DS പ്ലസ് ടു എക്കണോമിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു എക്കണോമിക്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്, രണ്ടാമത്തെ ഭാഗം ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ്. രണ്ട് ഭാഗത്തിനും തുല്യമായ പ്രാധാന്യമാണുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. രണ്ട് ഭാഗത്തു നിന്നും, അതായത് മൈക്രോ എക്കണോമിക്സിൽ നിന്നും മൈക്രോ എക്കണോമിക്സിൽ നിന്നും 6 ചാപ്റ്റർ വീതമാണുള്ളത്. സെക്കൻഡ് ഇയർ എക്കണോമിക്സിലെ ഏറ്റവും ചെറിയ ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന മാർക്കിൻ്റെ അളവും കുറവാണ്. എന്നാലും ചെറിയ മാർക്കിന് സ്ഥിരമായിട്ട് ഇടം പിടിക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഉള്ളറകളിലേക്ക് പോകാം. എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഒയ്ക്കണോമിയ എന്ന പദത്തിൽ നിന്നാണ്. ഒയ്ക്കണോമിയ എന്ന പദത്തിനർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് എന്നാണ്. ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് എന്നാൽ ഗൃഹ മാനേജ്മെൻറ്റ്, ഗാർഹിക മാനേജ്മെൻ്റ് എന്നർത്ഥം. എക്കണോമിക്സ് ഒരു ഇൻഡിപെൻഡൻ്റ് ഡിസിപ്ലിനായി മാറിയത്, ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി മാറിയത് 1776 ആഡം സ്മിത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമായ ആൻ എൻക്വയറി ഇൻറ്റു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. ആഡം സ്മിത്തിനെ എക്കണോമിക്സിൻ്റെ പിതാവ് അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എക്കണോമിക്സിന് 4 പ്രമുഖ നിർവചനങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് വെൽത്ത് ഡെഫിനിഷനാണ്. ആഡം സ്മിത്ത് നൽകിയ ഡെഫിനിഷനാണിത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി നേച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. എക്കണോമിക്സ് എന്നാൽ ധനത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ഇറ്റ്സ് ജനറേഷൻ അതിൻ്റെ സമ്പാദനത്തെക്കുറിച്ചും ആൻഡ് സ്പെൻഡിങ് അതിൻ്റെ ചെലവഴിക്കലിനെക്കുറിച്ചുമുള്ള പഠനമാണ്. ചുരുക്കത്തിൽ സമ്പത്തിനെക്കുറിച്ചുള്ളൊരു പഠനമായിട്ടാണ് ആഡം സ്മിത്ത് എക്കണോമിക്സിനെ വിലയിരുത്തുന്നത്. അടുത്തത് വെൽഫെയർ ഡെഫിനിഷനാണ്. ആൽഫ്രഡ് മാർഷലാണ് ഈ നിർവചനം നൽകിയത്. ക്ഷേമ നിർവചനം. എന്താണ് ക്ഷേമ നിർവചനം എന്നാൽ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എൻക്വയർസ് ഹൗ ഹി ഗെറ്റ്സ് ഹിസ് ഇൻകം and how he uses it. Thus, it is on the one side the study of wealth, and on the other and more important side a part of study of man. വളരെ വ്യത്യസ്തമായൊരു നിർവചനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എക്കണോമിക്സ് എന്നാൽ അത് മനുഷ്യൻ്റെ ദൈനംദിന ഇടപാടുകളിൽ അവനെക്കുറിച്ച് തന്നെയുള്ള പഠനമാണ്. എങ്ങനെയാണ് മനുഷ്യന് വരുമാനം ലഭിക്കുന്നതെന്നും എങ്ങനെയാണ് അവൻ യൂസ് ചെയ്യുന്നതെന്നും എക്കണോമിക്സ് പഠിപ്പിക്കുന്നു. ഒരു സൈഡിലൂടെ നോക്കിയാൽ ഇത് ധനത്തെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് മനുഷ്യനെക്കുറിച്ച് ഉള്ള പഠനമാണ്, അഥവാ മനുഷ്യക്ഷേമത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആൽഫ്രഡ് മാർഷലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ഗ്രന്ഥം എഴുതിയത്. 1890 ഈ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത നിർവചനം പ്രൊഫസർ ലേണൽ റോബിൻസ് നൽകിയ സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. സ്കേഴ്സിറ്റി എന്നാൽ ദൗർലഭ്യം എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ്. എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്, അത് പരിഹരിക്കാനുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഓരോ വിഭവത്തിനും വിഭിന്നമായ വ്യത്യസ്തമായ നിരവധി യൂസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ കുറവുള്ള ദുർലഭമായ വിഭവങ്ങളും മനുഷ്യൻ്റെ ആഗ്രഹവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രശാഖയായി മാറുകയാണ് എക്കണോമിക്സ്. ഇതാണ് ലേണൽ റോബിൻസ് പറയാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു ഗ്രന്ഥമാണ് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്.
1932 ഇത് പബ്ലിഷ് ചെയ്തത്. അടുത്ത നിർവചനം ഗ്രോത്ത് ഡെഫിനിഷനാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ എ സാമുവൽസൺ ആണ് ഈ നിർവചനം നൽകിയത്. അദ്ദേഹത്തിൻ്റെ നിർവചനം ഒന്ന് ചുരുക്കി പറയാം. എക്കണോമിക്സ് എന്നാൽ ഒരു പഠനമാണ്. മനുഷ്യൻ എപ്പോഴാണ് എങ്ങനെയാണ് ഈ പരിമിതമായ വിഭവങ്ങളെ, ഉൽപ്പാദനക്ഷമമായ വിഭവങ്ങളെ കൂടുതൽ ഉൽപ്പാദന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനെ തുടർന്ന് കിട്ടിയ ഉൽപ്പന്നങ്ങളെ ജനങ്ങൾക്ക് വേണ്ടി, ഉപഭോഗത്തിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു പഠനമാണ് എക്കണോമിക്സ്. അദ്ദേഹം ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. വിഭവങ്ങൾ വളരെയധികം അളവിൽ കുറവാണെങ്കിലും, ലിമിറ്റഡ് ആണെങ്കിലും ഉള്ള വിഭവങ്ങൾ പ്രൊഡക്റ്റീവാണ്. അത് പിന്നീടുള്ള ഉൽപ്പാദന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗങ്ങൾ ആ വിഭവങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമാണ് എക്കണോമിക്സ്. ആ പുസ്തകം 1964 പബ്ലിഷ് ചെയ്തത്. ഇനി എന്താണ് എക്കണോമിക്സ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാനാവും. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ, distribution, consumption of goods and services. It studies how people satisfy unlimited wants with limited resources. എക്കണോമിക്സ് എന്നാൽ ഒരു സോഷ്യൽ സയൻസാണ്. അത് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രവർത്തനങ്ങളായ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയവയുമായി കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നൊരു സാമൂഹ്യശാസ്ത്രം തന്നെയാണ്. ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത് മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള, പരിധിയില്ലാത്ത ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് ഈ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട്. വളരെ അളവിൽ കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, തൃപ്തിപ്പെടുത്തുന്നത്, പൂർത്തീകരിക്കുന്നത് എന്നതൊക്കെയാണ് എക്കണോമിക്സിൻ്റെ പാഠ്യവിഷയം. ഇനി എന്താണ് എക്കണോമിക് പ്രോബ്ലം? It is a problem of choice involving satisfaction of unlimited wants out of limited resources, having alternative uses. നമ്മുടെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്, പക്ഷെ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വിഭവങ്ങളോ ലിമിറ്റഡ് ആണ്. പക്ഷെ ഓരോ വിഭവത്തിനും വ്യത്യസ്തമായ ആൾട്ടർനേറ്റീവായിട്ടുള്ള യൂസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നൊരു വിഷയം വരുന്നുണ്ട്. അവിടെ ചോയ്സ് ഉത്ഭവിക്കുന്നു. ഏത് ആദ്യം എടുക്കണം, ഏത് പിന്നീട് എടുക്കണം എന്ന ചോയ്സ് വരുന്നു. ഈ ചോയ്സാണ് ശരിക്കും എക്കണോമിക് പ്രോബ്ലമായിട്ട് വരുന്നത്. ഈ പ്രോബ്ലം ഓഫ് ചോയ്സാണ് ശരിക്കും എക്കണോമിക് പ്രോബ്ലമായിട്ട് വരുന്നത്. എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ 3 കാരണങ്ങളാണുള്ളത്, 3 റീസൺസ്. ഒന്നാമതായിട്ട് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, അഥവാ വിഭവങ്ങൾ വളരെ പരിമിതമാണ്. രണ്ടാമത്തത് അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. മൂന്നാമത്തെ കാരണം റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, എല്ലാ വിഭവങ്ങൾക്കും നിരവധി ഉപയോഗങ്ങളുണ്ട്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കണ്ടൻ്റായിട്ടുള്ള സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പഠിക്കുന്നത്. നമ്മൾ പഠിച്ചല്ലോ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമ്മുടെ കൈവശമുള്ള വിഭവങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ സൊസൈറ്റി ഒരു തീരുമാനമെടുക്കേണ്ടി വരും. ഹൗ ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ്. എങ്ങനെ ഈ പരിമിതമായ വിഭവങ്ങളെ നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാമെന്ന് തീരുമാനിക്കേണ്ടി വരും. ഇത് 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഒന്നാമത്തെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നമാണ്, ബേസിക് എക്കണോമിക് പ്രോബ്ലമാണ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്തുൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, അഥവാ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. മൂന്നാമത്തത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളാണ്, അഥവാ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നം ചോയ്സ് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ തരുന്ന,
നമുക്ക് കൂടുതൽ ഡിമാൻഡുള്ള വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനാണ് നമ്മൾ വിഭവങ്ങളെ അലോക്കേറ്റ് ചെയ്യേണ്ടത്, വിനിയോഗിക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ സാരം. ഇനി ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇത് സെലക്ഷൻ ഓഫ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉൽപ്പാദനത്തിൽ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രണ്ട് തരത്തിലുള്ള ടെക്നിക്കാണുള്ളത്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക്, രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആവുമ്പോൾ കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജിയാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ മെഷീനേക്കാൾ കൂടുതലായിട്ട് ലേബറിനെ ഉപയോഗിച്ചുള്ള ടെക്നോളജിയാണിത്. രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്. അത് കൂടുതൽ മെഷീനാണ് ഉപയോഗിക്കുന്നത്, ലേബറിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ലേബറിനേക്കാൾ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജിയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. എന്തായാലും ഏത് ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ തരുന്ന, മിനിമം കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് തരുന്ന ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നമാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയം പ്രധാനമായും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രധാനമായും വരുമാനത്തെ വിതരണം ചെയ്യേണ്ടത് ഉൽപ്പാദന ഘടകങ്ങളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിനാണ്. റെൻ്റായിട്ടും വേജായിട്ടും പ്രോഫിറ്റായിട്ടും ഇൻട്രസ്റ്റായിട്ടും നമ്മൾ പല രൂപത്തിൽ ഈ വരുമാനത്തെ, രാജ്യത്തെ വരുമാനത്തെ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യും. എന്താണ് ഉൽപ്പാദന ഘടകങ്ങൾ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇങ്ങനെ 4 ഉൽപ്പാദന ഘടകങ്ങളാണുള്ളത്. ലാൻഡിന് കൊടുക്കുന്നൊരു പ്രതിഫലമാണ്, റിവാർഡാണ് റെൻറ്റ്. ലേബറിന് കൊടുക്കുന്നൊരു പ്രതിഫലമാണ് വേജ്. ക്യാപിറ്റലിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ അഥവാ എൻ്റർപ്രണർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ്.